രാഹുൽ ജി നാഥ് ആശാവർക്കർമാരുടെ സമരം നടത്തുന്ന സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്നുണ്ട്. രാഹുൽ, സമരത്തിൻ്റെ സ്വഭാവം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് 3 പേർ നിരാഹാര സമരത്തിലേക്ക് കിടക്കുകയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയി ചർച്ച നടത്തുന്നത് സംബന്ധിച്ച് ഇവർക്കുള്ള ഒരു പ്രതീക്ഷ എന്താണ്? ഓണറേറിയം വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആരോഗ്യമന്ത്രി അവിടേക്ക് പോകേണ്ടതില്ല എന്ന് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമരം ഏതെങ്കിലും രീതിയിലേക്ക് ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താനുള്ള സാധ്യതകൾ എന്തെങ്കിലും ആശാവർക്കർമാർ കാണുന്നുണ്ടോ? എന്താണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? ആദ്യഘട്ടം മുതൽ ഇവർ പ്രതീക്ഷയുണ്ട് എന്ന അവസാന വാക്കായി കൂട്ടിച്ചേർക്കുമ്പോഴും ഇപ്പോൾ ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ അവർക്ക് പ്രതീക്ഷയില്ല. കാരണം ഓണറേറിയവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം അത് സംസ്ഥാന സർക്കാരാണ് നൽകേണ്ടത്. ഡൽഹിയിൽ പോയി എന്ത് ചെയ്യാനാണെന്നുള്ള ചോദ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഓണറേറിയം നൽകുന്നത് ആരാണ് അത് എന്നുള്ളത് വ്യക്തമാക്കണമെന്നും പറയുന്നത്. ഈ സമരം അത് അതിശക്തമായി മുന്നോട്ട് പോവുകയാണ്. 3ാം ഘട്ടം എന്ന തരത്തിൽ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് രാവിലെ ഇവരെല്ലാം പ്രതികരിച്ചത് ഇത് നിലവിൽ ഈ പ്രതികരണങ്ങൾ, അതായത് നടന്ന 2 ചർച്ചകളുടെ ഭാഗമായി ഇത് പരിഹാരമാകുമെന്ന ചിന്ത അവർക്കുണ്ടാകുന്നില്ല. അപ്പോഴും ഈ പറയുന്നത് പോലെ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. സാഹചര്യങ്ങളാണ് ഇവർ പുതിയ സമരമുറകളിലേക്ക് നയിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവരാരും മുൻപ് ഇത്തരം സമര പരിപാടികളിലേക്ക് കടന്നവരല്ല. ചേച്ചി, ഇന്ന് സമരത്തിലേക്ക് കടക്കുകയാണല്ലേ? അതെ അതെ അതെ, സമരത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ന് നിരാഹാരം കിടക്കുകയാണ് ശക്തിപ്പെടുത്താൻ വേണ്ടി. കാരണം ഇന്നലെ വരെ 38 ദിവസമായില്ലേ. എന്നിട്ട് നമ്മൾ മന്ത്രി 2 പ്രാവശ്യം ഈ ചർച്ചയൊക്കെ നടന്നിട്ടും ഒരു തീരുമാനത്തിലും എത്തിയില്ല. അപ്പം ഇന്ന് നിരാഹാരം കിടക്കാൻ ഉറച്ചിരിക്കുകയാണ്. നമ്മൾ എന്ത് തന്നെ വന്നാലും നമ്മളെ വിജയം നേടിയേ ഇവിടുന്ന് പോവുള്ളൂ. 39 ദിവസങ്ങളായി ഞങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലേക്കും അവരുടെ പ്രശ്നങ്ങളിലേക്കും അതിൽ ആരോഗ്യ പ്രശ്നമുള്ളവർ വരെ ഉണ്ട്. ആ ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിരാഹാരത്തിലേക്ക് കടക്കുന്നത് നിങ്ങളെല്ലാവരും. അതെ, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട്. കാരണം മഴയും വെയിലും അന്ന് കണ്ടില്ലേ നിങ്ങൾ ഞങ്ങളെ കൂടെ അന്ന് തൊട്ട് ഇന്ന് വരെ ഉണ്ടല്ലോ. അപ്പൊ കോരിച്ചൊരിയുന്ന മഴയും ഇടിയും മിന്നലും വെയിലും എല്ലാ കാലാവസ്ഥയിലും തരണം ചെയ്ത് നിൽക്കുകയാണ്. കാരണം നമ്മളെ അവകാശം എന്ത് തന്നെയായാലും അത് നേടിയെടുത്തേ പോവുള്ളൂ. കാരണം അത്രയും ഒരുപാട് കഷ്ടത അനുഭവിച്ച ആളുകളാണ് ഞങ്ങൾ ആശാവർക്കർമാർ. അപ്പോൾ അതുകൊണ്ട് നമ്മളെ അവകാശം നേടിയെടുത്തിട്ടേ വിജയത്തിൽ നിന്നേ ഇവിടുന്ന് പോകും. നിരാഹാരം എന്നൊരു സമരമുറയിലേക്ക് ആദ്യമായിട്ടായിരിക്കും. അതെ അതെ, ആദ്യമായിട്ടാണ് നിരാഹാരത്തിലേക്ക് വരുന്നത്. നിരാഹാരമൊക്കെ നമ്മൾ വന്ന് കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ എൻ്റെ ഒരു ബന്ധുവാണ് KK രമ വന്നപ്പം ഇവിടെ നിരാഹാരം ഇരുന്നപ്പോൾ ഞാൻ അവള് വന്ന് ആരൊക്കെ ചേർന്ന് അങ്ങനെയൊക്കെ ഇവിടെ ബസ്സിൽ പോകുമ്പോൾ അല്ലാതെയൊക്കെ കണ്ട് ഇപ്പം നമ്മൾ സ്വന്തം ചെയ്യാൻ പോവുകയാണ്. കാരണം നമ്മളെ വിജയം ഇത്രയും നമ്മൾ നിന്നിട്ട് അവരൊരു വനിതാ മന്ത്രിയല്ലേ, അവർക്ക് വേണ്ടി നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട്. അപ്പോൾ എന്നിട്ടും അവർക്ക് നമ്മളെ പറ്റി ഇത് കണ്ട് 232 രൂപയ്ക്ക് നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമുക്കും കുടുംബങ്ങളൊക്കെ അല്ലേ. അവരെയൊക്കെ ഇട്ടയച്ചിട്ട് ഈ ഇതിന് വന്ന് പടപോരുതും പോലെ ഇരിക്കുന്നത് നമുക്ക് വിജയം കിട്ടാൻ വേണ്ടി. അപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. വിജയം കാണാൻ വേണ്ടി, പെട്ടെന്ന് വിജയത്തിലെത്താൻ വേണ്ടി നിങ്ങളും കൂടെ പ്രാർത്ഥിക്കുക. അന്ന് തൊട്ട് ഇന്ന് വരെ നിങ്ങൾ സഹോദരന്മാരായ നിങ്ങളെല്ലാവരും നമ്മളോടൊപ്പം ഉണ്ട്. അത് വലിയൊരു വിജയമാണ്. ഞങ്ങൾക്ക് ഒരിക്കലും മറക്കൂല, നിങ്ങളെ ആരും ഒരിക്കലും മറക്കൂല. എന്താണ് തരേണ്ടത് എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ഭയങ്കര ഇതാണ്. നിരാഹാരം ആരംഭിക്കുകയാണ്. രാവിലെ ആഹാരം കഴിച്ചു? രാവിലെ ശകലം കഴിച്ചു. പക്ഷേ നിരാഹാരം ഇരിക്കുന്ന സന്തോഷമാണ്. അത് തന്നെയാണ്. അതായത് ഇത്തരം ഒരു സമര പരിപാടിയിലേക്ക്, സമരമുറയിലേക്ക് പോകേണ്ടി വരുമെന്ന് ഇവർ കരുതിയിരുന്നില്ല. കാരണം ഈ സമരത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാർ അത് അംഗീകരിക്കും എന്ന് കരുതിയാണ് ഇവരെല്ലാം സമരമുഖത്തേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ഇതാ 11 മണി മുതൽ 3 പേർ, ഈ സംഘടനയുടെ ജനറൽ സെക്രട്ടറി MA ബിന്ദു ഉൾപ്പെടെ, ഇപ്പോൾ നമ്മൾ സംസാരിച്ച തങ്കമണി ചേച്ചി ഉൾപ്പെടെയുള്ളവർ അനിശ്ചിതകാല നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. രാവിലെ സൂചിപ്പിച്ചതുപോലെ സാഹചര്യമാണ്, ജീവിക്കാൻ വേണ്ടിയുള്ള അവകാശങ്ങൾക്ക് വേണ്ടിയാണ് അവർ മുൻപെങ്കും ചിന്തിക്കാത്ത ഘട്ടത്തിലേക്ക്, ആ ഒരു സമര രീതിയിലേക്ക് അവർ കടക്കുന്നത്. നിരാഹാര സമരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ അവർക്ക് പ്രതീക്ഷയുണ്ട് എന്ന വാക്ക് നമ്മോട് പങ്കുവെക്കുമ്പോഴും ഇതുവരെ നടന്ന ചർച്ചകളിലോ അല്ലെങ്കിൽ ഇതുവരെ നടന്ന നയപരമായ നീക്കങ്ങളിലോ ഒന്നും ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകില്ല. രാഹുൽ ജി നാഥുമാണ് വിവരങ്ങൾ നൽകിയത്.